சிவா, என்ன மன்னிச்சிரு சிவா. இப்போ நம்மளை விட பயங்கரமான ஒருத்தன் நம்ம காலேஜுக்கு வந்திருக்கான். இதோ இங்க பாரு சிவா, என்ன இந்த நிலைமைக்கு ஆளாக்குனது அவன் தான். யாரு? சூர்யா. உனக்கு ரெபலா சாட்சி சொன்னால அந்த சூர்யா. இப்படியே போனா அந்த மலையாளத்தான் நம்ம காலேஜ்ல பெரிய ஹீரோ ஆயிடுவா. அதனால இனிமே நம்ம 2 பேரும் ஒன்னா சேரணும் சிவா. ஆனா அந்த சூர்யாவை சும்மா விடக்கூடாது. அவனை ஏதாவது பண்ணிடு சிவா. ഇങ്ങനെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? അല്ല തമ്പുരാനിത് ഏതായി മുറ? ഇത് മുറയല്ല. നീ ആരോടും പറയണ്ട. പറയില്ല. കാറിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന പോലെ ഇറങ്ങിയതാ. പക്ഷെ കാറ് ലോറിയിലാണെന്നുള്ള കാര്യം ഓർത്തില്ല. നന്നായി. അച്ഛനിത് എന്തിന്റെ സൂക്കേടാ ഈ വണ്ടി ലോറി കയറ്റി വരാൻ? എടീ, നാട്ടിൽ നീ കാർ ഇത്രയും ദൂരം ഓടില്ല. ഈ കാറിലല്ലാതെ ഞാൻ യാത്ര ചെയ്ത ചരിത്രവുമില്ല. പിന്നെ ഇതല്ലാതെ മറ്റൊരു മാർഗം നീ പറയൂ. രാജാവേ, അല്ല തമ്പുരാനെ, തമ്പുരാനെ ഇടക്കിടക്ക് കാറുമായിട്ട് പുറത്തോട്ട് പോകാൻ ഈ ലോറി ഇവിടെ സ്ഥിരമായിട്ട് ഇട്ടേക്കട്ടെ. എണ്ണം കെട്ടവനെ. ലോക്കലോട്ടത്തിന് എന്റെ കാറ് പടക്കുതിര. പിന്നെ പിന്നിൽ നിന്ന് 1-2 പേര് തള്ളി തന്നാൽ ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവും. അതിന് മേനവനുണ്ടല്ലോ ഇവിടെ. മിസ്റ്റർ മേനൻ, ഈ ലോറി വാടക കൊടുത്തേക്കണം. കടം പറയുന്നത് രാജകുടുംബത്തിന് ചേരുന്നതല്ല. എവിടെ എന്റെ കൊച്ചുമോൻ? മറിയലടേ മോനെ. ഉണ്ണി എന്തുദ്ദേശിച്ചാണാവോ എഴുന്നള്ളത്? മനുഷ്യന്റെ മനസമാധാനം കളയാനായിട്ട്. മോനെ. എന്താ അച്ഛാ? എവിടെയാടി എന്റെ കൊച്ചുമോൻ? കൊച്ചി രാജാവായിരുന്നു, അവനിപ്പോ ചെന്നൈ രാജാവായോടി. നോക്കി ഞാൻ അവൻ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത്. പെട്ടി അങ്ങോട്ട് വെക്കടാ. എന്തോ ഇത്? നീ കാണ്. കണ്ടോ? അയ്യോ, എല്ലാം നിത്യോപയോഗ സാധനങ്ങളാണ്. പേനാക്കത്തി മുതൽ പഴയ പോർച്ചുഗീസ് ഗറില്ലകൾ ഉപയോഗിക്കുന്ന പോർച്ചക്കത്തി വരെ ഉണ്ട്. അരിവാൾ കാറിലുണ്ട്. രാജാവ് പറഞ്ഞിട്ട് ഞാൻ മ്യൂസിയത്തിൽ അടിച്ചു മാറ്റിയതാണ്. ഇനി അവനൊരു AK-47 മേടിച്ചു കൊടുത്തിട്ട് ചത്താ മതി. ഭൃത്യന്മാർ പുറത്ത്. അച്ഛന് വല്ല ഭ്രാന്തുണ്ടോ? അവൻ ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കുക. കോളേജിൽ പോണം, പഠിക്കണം, ആ ഒരു വിചാരമേ അവനുള്ളൂ. ദൈവത്തോർത്ത് അവനെ നീ നശിപ്പിക്കരുത്. ഒരു ക്ഷത്രിയനായ അവനെ നീ വെറും മണക്കൂസൻ മെനവനാക്കി മാറ്റിയോ? എനിക്കിപ്പോ അവനെ കാണണം. എവിടെ എന്റെ കൊച്ചുമോൻ? എന്റെ ക്ഷാത്ര തേജസ്. സ്ട്രോങ് ആയിട്ട് പോരടി. അതിലെ 2 മുടി. ഇവിടെ എന്താ വേണ്ടത്? സൂര്യ, നീ എന്താ ഇവിടെ? ഈ കോളേജിൽ നിന്നെ ശ്രദ്ധിക്കാനായിട്ട് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കണ്ടുള്ളൂ. ഞാൻ ഇവിടെ സപ്ലയർ ആയിട്ട് ജോയിൻ ചെയ്തു, പാർട്ട് ടൈം. ഇതെന്താ ഈ രൂപത്തില്? എപ്പോഴും അടി നടക്കണ തലമല്ലേ, വേറെ രൂപത്തിലാവണ്ടെന്ന് കരുതിയാണ് ഞാൻ ഈ രൂപത്തിലായത്. ഒരു സേഫ്റ്റിക്ക്. നിനക്കെന്താ വേണ്ടത്? ചായ. ഒരു സ്പെഷ്യൽ ചായ. ഈശി പൂശി. മണ്ണുണ്ണി, സോറി, ഇനി ഞാൻ തന്നെ ഒരിക്കലും മണ്ണുണ്ണി എന്ന് വിളിക്കില്ല. തനിക്ക് ചേരുന്ന പേര് സൂര്യൻ തന്നെയാ. സൂര്യനാരായണ വർമ്മ. പവർഫുൾ നെയിമാ. ആക്ച്വലി താൻ ആരാ? താനല്ലേ ആ മുത്തുവിന്റെ കൈയും കാലും തല്ലി ഓടിച്ചത്? നീ അവിടെ ആരുടെ വായി നോക്കി നിൽക്കുവാ? അവിടെ ഒരു കസേര കളി നടക്കണ കണ്ട. തന്നെ കണ്ടപ്പോ എന്തിനാ മുത്തു കൊണ്ടുവന്ന ആരോടി ഭയന്നോടിയത്? എനിക്കറിയില്ല. ആഹാ, അങ്ങനെ പറഞ്ഞങ്ങ് ഒഴിയാൻ നോക്കിയാലോ? എല്ലാം തുറന്ന് പറയിച്ചിട്ടേ തന്നെ ഞാൻ വിടും. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഒന്നുകിൽ താൻ ഒരു പൊറുക്കി, അല്ലെങ്കിൽ ഗുണ്ട, അതും അല്ലെങ്കിൽ ക്രിമിനൽ. Please, leave me alone. Leave me alone, please. Out. Out. ஏய் சிவா, உன் தங்கச்சியை அந்த சூர்யா ரொம்ப மிரட்டிட்டு இருக்காங்க.
നിനക്ക് മെക്കിട്ടാറാൻ പറ്റിയ ഒരുപാട് ചെറുക്കന്മാരുണ്ടാവും ഈ കോളേജില്. മേലാൽ എന്റെ അടുത്ത് കിന്നരിക്കാൻ വന്നാലുണ്ടല്ലോ. இப்படி எல்லாம் மிரட்டினா நான் ஒன்றும் பயப்பட மாட்டேன். இந்த காலேஜ் ஹீரோ சிவாவோட சிஸ்டர் நான் தெரியும்ல. അയ്യോ ഷോക്കടിച്ചു. വേണ്ട വേണ്ട. ഏയ് ഞാൻ പറഞ്ഞോട്ടെ. നീ ഒന്ന് പറയണ്ടടാ. ശിവ വേണ്ട വേണ്ട. ഈ ശിവ ശിവ അയ്യോ പ്ലീസ് എന്തോ ഉണ്ടായെന്ന് കേക്ക്. അതെ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് അവനെ തല്ലണ്ടെന്നല്ല, അവന്റെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളണ്ട കൊള്ളണ്ടെന്നാ പറഞ്ഞത്. ഇന്ന് കൊണ്ട് അയ്യോ അത് രണ്ടാമത്തെ നീ സാധുവായി പോയി എന്ന് എന്റെ അമ്മ പറഞ്ഞപ്പോ എന്റെ ചങ്ക് തകർന്നുപോയി. ഇപ്പൊ എനിക്ക് സന്തോഷായി. എന്തുവാടാ ഈ ആയുധം? ഇതെന്താ പാറ്റൻ ടാങ്കോ? എവിടെ?